മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരും. ഇന്നലെ നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് സർക്കാർ. ദുരന്തബാധിത മേഖലകളിൽ തെരച്ചിൽ തുടരാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താനായില്ല. നിലമ്പൂർ മേഖലകളിൽ തെരച്ചിൽ ഊർജിതമായിരുന്നു. ഇതുവരെ 231 മൃതദേഹങ്ങളും 210 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്താനായത്. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ 26 ടീമുകളിലായി 191 സന്നദ്ധ പ്രവർത്തകർ സേനാ വിഭാഗങ്ങൾക്കൊപ്പം തെരച്ചിലിന്റെ ഭാഗമായി. ചൂരൽമല പാലത്തിന് താഴെ ഭാഗത്തായി പുഴയുടെ തീരങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നും തുടരും. മലപ്പുറം ജില്ലയിൽ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും തുടരാനാണ് തീരുമാനം. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇന്നലെ പരിശോധനകൾ നടന്നത്. അതേസമയം ടൂറിസം കേന്ദ്രങ്ങളിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടായേക്കും. സേഫ് ടൂറിസം വയനാട്ടിലെ സേഫ് ടൂറിസം പൊതുവായി സേഫായ സ്ഥലങ്ങൾ, കളക്ടർ സ്ഥലങ്ങളുടെ പേര് പറയും, സേഫായ സ്ഥലങ്ങൾ, അതിന്റെ സർക്കുലർ അവിടെ ആരംഭിക്കുകയാണ്. റിപ്പോർട്ടർ, വയനാട്.